പ്രശസ്ത അമേരിക്കൻ ഹാസ്യതാരം ഏർണി കോവാക്സ് 1950കളിൽ ടെലിവിഷനിൽ ഒരു കോമഡി ഷോ നടത്തിയിരുന്നു. ഏർണി കോവാക്സ് ഷോ. ഈ ഷോയുടെ തുടക്കത്തിൽ കട്ടിക്ക് മേക്കപ്പ് ഇട്ട് അല്പവസ്ത്രവും ധരിച്ച് വെറുതെ ഒരു സ്ത്രീ വേദിയിലൂടെ ഇങ്ങനെ നടക്കും. ആൺ നയനങ്ങൾക്കായി ഇട്ടുകൊടുക്കുന്ന ഒരു കാഴ്ച വസ്തു. ഡം ബ്ലോണ്ട് എന്നാണ് ഇത്തരം കഥാപാത്രങ്ങളെ അക്കാലത്ത് വിളിച്ചിരുന്നത്. അതിൽ ഒരാളായിരുന്നു ബാർബറ ലോഡൻ. ആ സ്ത്രീയിൽ എന്തോ ഒരു പ്രത്യേകത തോന്നിയ ഏർണി ഷോയിലെ കോമഡി സ്കെച്ചുകളിൽ കൂടുതൽ പ്രാധാന്യമുള്ള വേഷങ്ങൾ അവർക്ക് നൽകി തുടങ്ങി. വേഷമെന്ന് പറയുമ്പോൾ സ്റ്റേജിലൂടെ പന്ത് കണക്കിന് റോൾ ചെയ്യണം, കേക്ക് കൊണ്ട് മുഖത്തടി വാങ്ങണം, പെട്ടെന്ന് കാൽ വഴുതി വീഴണം. അതാണ് പരിപാടി. കോമഡി ടൈമിംഗ് കൊണ്ടും ക്യാമറയ്ക്ക് മുന്നിലുള്ള കൂസലില്ലാത്ത പെരുമാറ്റം കൊണ്ടും ആ നടി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി. വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ഡം ബ്ലോണ്ട് എന്ന് വിളിച്ചവരെ അവർ തിരുത്തി. താൻ ഹോളിവുഡ് കണ്ട മികച്ച നടിമാരിൽ ഒരാളാണെന്ന് തെളിയിച്ചു. മികച്ച സംവിധായകയാണെന്നും, അതും ഒറ്റ പടം കൊണ്ട്. ജൂലൈ 8 നോർത്ത് കരോലിനയിലെ ആഷ്വില്ലെ എന്ന ചെറിയ ഗ്രാമത്തിലാണ് ബാർബറ ലോഡൻ ജനിച്ചത്. വീട്ടിലെ മൂന്നാമത്തെ കുട്ടി. സങ്കടം നിറഞ്ഞതായിരുന്നു കുട്ടിക്കാലം. ചുറ്റും ദാരിദ്ര്യം, മൗനം. അമ്മയും അച്ഛനും വിവാഹമോചിതർ. അവർ ദൂരെ 2 വ്യത്യസ്ത ഇടങ്ങളിലാണ് ജോലി ചെയ്തിരുന്നത്. മുത്തച്ഛനും മുത്തശ്ശിയും ചേർന്നാണ് ബാർബറയെ വളർത്തിയത്. എന്നാൽ അവർ അവൾക്ക് അമ്മയ്ക്കും അച്ഛനും പകരമായില്ല. അവൾ ഉൾവലിഞ്ഞു. വീട്ടിലെ അടുപ്പിന് പിന്നിലും വാതിലുകൾക്ക് പിന്നിലും ഒളിച്ചിരുന്നു. എന്നിട്ട് താൻ ആരാണെന്നും താൻ എങ്ങനെ ഇവിടെ എത്തിയെന്നും അത്ഭുതപ്പെട്ടു. ഞാൻ ആരാണ് എന്ന പദപ്രശ്നം ബാർബറ ലോഡനെ അലട്ടിത്തുടങ്ങിയത് അപ്പോൾ മുതലാണ്. അതിനുള്ള ഉത്തരം തിരഞ്ഞാകണം അവൾ ഉള്ളു നിറയെ വായിച്ചു. പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടിക്ക് പക്ഷേ സിനിമകളോട് വെറുപ്പായിരുന്നു. വെള്ളിത്തിരയിലെ കുറ്റമറ്റ നല്ല പിള്ളകളായ കഥാപാത്രങ്ങൾ അവളിൽ അപകർഷതാബോധമുണ്ടാക്കി. ഇരുട്ടിൻ്റെ മറവിൽ തൻ്റെ കട്ടിലിലേക്ക് ഒരു പാമ്പിനെ പോലെ ഇഴഞ്ഞു കയറിയ അമ്മാവൻ സൃഷ്ടിച്ച ഭയം കൂടിയായപ്പോൾ അവൾ ആ വലിയ തീരുമാനം എടുത്തു. പതിനേഴാം വയസ്സിൽ ബാർബറ നാടുവിട്ടു. റോബർട്ട് ബ്രൗണിൻ്റെ സയൻസ് സർക്കസിൽ ചേരുകയായിരുന്നു ലക്ഷ്യം. അമേരിക്കയിലുടനീളം വിദ്യാഭ്യാസ പ്രദർശനങ്ങൾ നടത്തിയിരുന്ന ഈ സംഘത്തിനൊപ്പമുള്ള യാത്ര അവളെ ന്യൂയോർക്കിൽ എത്തിച്ചു. തൻ്റെ ഹൈ ഹീൽസ് ചെരുപ്പുമിട്ട് അവൾ ആ നഗരത്തിലൂടെ നടന്നുകൊണ്ടേയിരുന്നു. എന്ത് ചെയ്യണമെന്ന് അവൾക്കൊരു പിടിയും ഉണ്ടായിരുന്നില്ല. ആർട്ട് ക്ലാസുകൾ അവളിൽ കലാകാരിയാകാനുള്ള ആഗ്രഹം വിതച്ചു. പക്ഷേ കല കൊണ്ട് എങ്ങനെ ഒരു കരിയർ കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അവസാനം ബാർബറ ഒരു എളുപ്പ വഴി കണ്ടെത്തി: മോഡലിംഗ്. കാൻഡി ലോഡൻ എന്ന പേരിൽ ഡിറ്റക്റ്റീവ് നോവലുകളുടെയും പിന്നപ്പ് മാസികകളുടെയും കവർ പേജിൽ അവൾ ബേത്തിങ് സൂട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴാണ് കോപ്പ കബാനയിൽ ഷോ ഗേളായി ജോലി ലഭിക്കുന്നത്. അത് സ്വീകരിക്കാൻ ആദ്യം അവൾ ഒന്ന് മടിച്ചു. അവസാനം ഒന്ന് പോയി കണ്ടു നോക്കാം എന്ന് തീരുമാനിച്ചു. നൈറ്റ് ക്ലബിലെ വശ്യമായ വസ്ത്രങ്ങൾ ധരിച്ച സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടപ്പോൾ ബാർബറയുടെ ആദ്യത്തെ മടുപ്പ് മാറി. അവൾ ആ ജോലിക്ക് കയറി. ഈ കോപ്പ കബാനയിൽ ജോലി ചെയ്തിരുന്ന ചില പെൺകുട്ടികൾ ആക്ടിംഗ് ക്ലാസ്സുകളിൽ പോയിരുന്നു. ഇവർക്കൊപ്പം ഇത്തരം ക്ലാസ്സുകളിൽ പോയി തുടങ്ങിയതോടെയാണ് ബാർബറയ്ക്ക് അഭിനയത്തോട് താല്പര്യം തോന്നി തുടങ്ങിയത്. അങ്ങനെ ബാർബറ ലോഡൻ എന്ന ഷോ ഗേൾ ഒരു നടിയായി. 1950കളുടെ ആദ്യമാണ് ദ ഏർണി കോവാക്സ് ഷോയിൽ ബാർബറ പ്രത്യക്ഷപ്പെടുന്നത്. ഈ പരിപാടി അവർക്ക് ജനശ്രദ്ധ നേടിക്കൊടുത്തു. 50കളുടെ അവസാനത്തോടെ ബാർബറ നാടകരംഗത്ത് സജീവമായി. 1957 കമ്പൽഷൻ എന്ന ബ്രോഡ്വേ നാടകം നടി എന്ന നിലയിൽ ബാർബറയ്ക്ക് പേര് നേടിക്കൊടുത്തു. ആ പേര് ജീവിതാവസാനം വരെ അവർ കാത്തു. 23-ാം വയസ്സിലാണ് ബാർബറ പ്രശസ്ത ഹോളിവുഡ് സംവിധായകൻ എലിയ കസാനെ കാണുന്നതും പരിചയപ്പെടുന്നതും. കസാൻ അന്ന് ബാർബറയേക്കാൾ ഇരട്ടി പ്രായമുണ്ടായിരുന്നു. കസാന്റെ വൈൽഡ് റിവാർഡ്, സ്പ്ലെൻഡർ ഇൻ ദ ഗ്രാസ് എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിൽ ബാർബറ എത്തി. പതിയെ ആ ബന്ധം പ്രണയത്തിലേക്ക് കടന്നു. വിവാഹത്തിന് മുൻപ് തന്നെ ബാർബറ ഗർഭിണിയായി. പക്ഷേ അവർ അഭിനയം വിട്ടില്ല. ആ കുട്ടിയെ അവർ ഒറ്റയ്ക്ക് വളർത്തി. ഇതിനിടെയാണ് മെർലിൻ മൺറോയുടെ ജീവിതത്തെ ആസ്പദമാക്കി ആർതർ മില്ലർ എഴുതിയ ആഫ്റ്റർ ദി ഫോൾ എന്ന നാടകത്തിൽ ബാർബറ അഭിനയിക്കുന്നത്. കസാനായിരുന്നു സംവിധാനം. തിരക്കഥ വായിച്ച ബാർബറ അതിൽ മെർലിനെ മാത്രമല്ല തന്നെയും കണ്ടു. ഇത് രണ്ടും സംയോജിപ്പിച്ച് മൂന്നാമതൊരാളായാണ് ആ വേഷം അവർ കൈകാര്യം ചെയ്തത്. മൺറോയുടെ ആത്മാവ് സ്റ്റേജിലേക്ക് എത്തിയെന്ന് മാഗസീനുകൾ തലക്കെട്ടുകൾ എഴുതി. മാഗി എന്ന കഥാപാത്രം നടിക്ക് ആ വർഷത്തെ ടോണി അവാർഡ് നേടിക്കൊടുത്തു. വെളിയിൽ നിന്നുള്ള നോട്ടത്തിൽ പ്രശസ്തിയുടെ ഉച്ചത്തിലായിരുന്നു ബാർബറ. ഉള്ളിലോ ഒരു മുഷിഞ്ഞ തൂവാല കണക്കിനും. രാവെന്നോ പകലെന്നോ ഇല്ലാതെ അവർ ജോലി ചെയ്തു. 4-5 വർഷം ഉറക്കമെന്തെന്ന് അവർ അറിഞ്ഞിട്ടില്ല. വേദിയിലും ജീവിതത്തിലും കൊടിയ സമ്മർദ്ദമായിരുന്നു. ഒടുവിൽ വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ 1967 എലിയ കസാനും ബാർബറയും വിവാഹിതരായി. വർഷം 1960 മാർച്ച് 27. ന്യൂയോർക്ക് ഡെയിലിയിലെ ഒരു വാർത്ത ബാർബറയിലെ കലാകാരിയെ, സ്ത്രീയെ പ്രചോദിപ്പിച്ചു. ഒരു ബാങ്ക് കൊള്ളയെപ്പറ്റിയാണ് വാർത്ത.
ആൻസ്ലി എന്നൊരു കള്ളൻ ആൽമ മെലോൺ എന്നൊരു സ്ത്രീയുമായി ചേർന്ന് ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ ശ്രമിച്ചു. എന്നാൽ കവർച്ചയ്ക്കിടയിൽ പോലീസിന്റെ വെടിയേറ്റ് ആൻസ്ലി കൊല്ലപ്പെട്ടു. കൂട്ടുപ്രതിയായ ആൽമയെ പോലീസ് പിടികൂടി കോടതിയിലെത്തിച്ചു. ജഡ്ജി അവൾക്ക് 20 വർഷം തടവാണ് വിധിച്ചത്. ആ നിമിഷം ആ സ്ത്രീ കോടതിയോട് നന്ദി പറഞ്ഞു. അവരുടെ മാനസികാവസ്ഥ ബാർബറയെ ഇരുത്തി ചിന്തിപ്പിച്ചു. ആ നന്ദി പറച്ചിലിൽ നിന്നാണ് ഹോളിവുഡിന്റെ പരമ്പരാഗത ശൈലികളെ കാറ്റിൽ പറത്തിയ വാൻഡ എന്ന ചിത്രത്തിന്റെ പിറവി. ഈ സിനിമയുടെ തിരക്കഥയുടെ ആദ്യ ഡ്രാഫ്റ്റ് താനാണ് എഴുതിയതെന്നും ബാർബറ പിന്നീട് അത് പലവട്ടം തിരുത്തി തൻ്റേതാക്കി മാറ്റുകയായിരുന്നുവെന്നും കസാൻ തൻ്റെ ആത്മകഥയിൽ അവകാശപ്പെടുന്നുണ്ട്. ഇതിൽ ബാർബറ ആ സിനിമ തൻ്റേതാക്കി എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വന്തം കുട്ടികളുടെ സംരക്ഷണ ചുമതല പോലും ഭർത്താവിന് വിട്ടുകൊടുത്ത് സമൂഹത്തിലും ജീവിതത്തിലും ലക്ഷ്യമില്ലാതെ അലയുന്ന വാൻഡ എന്ന സ്ത്രീയെയാണ് ഈ സിനിമ പിന്തുടരുന്നത്. ആ ജീവിതം പകർത്താൻ ബാർബറയുടെ കയ്യിൽ വലിയ ബജറ്റ് ഉണ്ടായിരുന്നില്ല. ഹാൻഡ് ഹെൽഡ് ക്യാമറയുമായി 4 പേരടങ്ങുന്ന ഒരു സംഘത്തെ നയിച്ച് ബാർബറ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയായിരുന്നു. കേന്ദ്ര കഥാപാത്രമായ വാൻഡയെ അവതരിപ്പിച്ചത് ബാർബറ തന്നെ. അതുവരെ കണ്ടുപരിചയിച്ച ഗ്ലാമർ നായികമാരിൽ നിന്ന് വ്യത്യസ്തയായിരുന്നു വാൻഡ. ദാരിദ്ര്യത്തിലും അവഗണനയിലും ജീവിക്കുന്ന സ്ത്രീ സ്വാതന്ത്ര്യം തേടി ഇറങ്ങിപ്പുറപ്പെടുകയും ഒരു പുരുഷന്റെ ആക്രോശത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയും ചെയ്യുന്ന പെണ്ണ്. അവളിലെ അപകർഷതാബോധവും ഉൾവലിയലും ബാർബറ മനോഹരമായി അവതരിപ്പിച്ചു. അവളെ അത്ര നന്നായി മനസ്സിലാക്കാൻ മറ്റൊരു നടിക്കും ആകില്ല. കാരണം വാൻഡ അവൾ തേടിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അവളാണ് വാൻഡ. ഫെമിനിസ്റ്റ് ആൻറ്റി ഹീറോ എന്നാണ് അക്കാലത്ത് നിരൂപകർ ഈ കഥാപാത്രത്തെ വിളിച്ചത്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചോ പുരുഷാധിപത്യത്തെക്കുറിച്ചോ ഈ സിനിമയിൽ കടുകട്ടി ഡയലോഗുകളില്ല. എന്നാൽ എങ്ങനെയാണ് സ്ത്രീ ഒരു സമൂഹത്തിൽ നിയന്ത്രിക്കപ്പെടുന്നതെന്ന് ഈ ചിത്രം കാട്ടിത്തരുന്നു, അതും പച്ചയായി. പ്രശസ്ത സംവിധായകൻ ജോൺ വാട്ടേഴ്സ് ബാർബറയുടെ ഈ കന്നി സിനിമയ്ക്ക് രസകരമായ ഒരു വിശേഷണമാണ് നൽകിയത്. എക്കാലത്തെ മികച്ച ഫീൽ ബാഡ് മൂവി. ശരിയാണ്, ഇതൊരു ഫീൽ ബാഡ് മൂവിയാണ്. അമേരിക്കൻ സ്വതന്ത്ര സിനിമയിൽ വിപ്ലവമായി മാറിയ ഫീൽ ബാഡ് മൂവി. വാൻഡയ്ക്ക് ശേഷം കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്യാൻ ബാർബറ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടും പുരുഷാധിപത്യം നിറഞ്ഞ ഹോളിവുഡ് അന്തരീക്ഷവും അതിന് വിലങ്ങുതടിയായി. കസാനുമായുള്ള വിവാഹബന്ധത്തിലുണ്ടായ ഉലച്ചിലും ബാർബറയെ തകർത്തിരുന്നു. അപ്പോഴാണ് ആ വാർത്ത അവരെ തേടിയെത്തിയത്. വർഷം 1978. ബാർബറയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു. ക്യാൻസർ കോശങ്ങൾ പതിയെ അവളുടെ ശരീരത്തെ ഭക്ഷിച്ചുകൊണ്ടിരുന്നു. രോഗം ശ്വാസകോശത്തിലേക്കും പടർന്നു. അവർ പൊരുതി നോക്കി. കീമോതെറാപ്പി ഒഴിവാക്കി. പലതരം ബദൽ ചികിത്സാ രീതികൾ പരീക്ഷിച്ചു നോക്കി. ഒന്നും ഫലിച്ചില്ല. ധ്യാനങ്ങളിലൂടെ ആത്മീയമായി മരണത്തിനായി തയ്യാറെടുക്കാൻ അവർ പഠിച്ചു. പക്ഷേ അപ്പോഴും തൻ്റെ കലയെ അവർ വിട്ടുകൊടുത്തില്ല. അവരുടെ അസ്തിത്വം തന്നെ അതായിരുന്നു. ഒടുവിൽ 1980 സെപ്റ്റംബർ 5 തൻ്റെ 48-ാം വയസ്സിൽ ബാർബറ ലോഡൻ ക്യാൻസറിന് കീഴടങ്ങി. അവസാന ശ്വാസം എടുക്കുന്നതിന് മുൻപ് അവർ 3 വട്ടം ഇത്രമാത്രം പറഞ്ഞു, ഷിറ്റ്. ഇവിടെ നിന്ന് ബാർബറയെ അലട്ടിയ ആ വലിയ ചോദ്യത്തിലേക്ക് വീണ്ടും ഒന്ന് പോകാം. വാതിൽ മറവിൽ ഒളിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയുടെ ചോദ്യം കേട്ടില്ലേ? ആരാണ് ഞാൻ? കലണ്ടർ മോഡലോ, കോപ്പ കബാനയിലെ ഷോ ഗേളോ, നടിയോ, സംവിധായകയോ, അതോ മറ്റൊരു പെണ്ണിലൂടെ തൻ്റെ തന്നെ കഥ പറഞ്ഞ പെണ്ണോ?